അതെ സുഹൃത്തുക്കളെ, ഞാൻ എന്നുള്ളത് കൊണ്ടോട്ടിയിലാട്ടോ. ഈ ഒരു നിരത്തി വെച്ചിരിക്കുന്ന സംഭവം എന്താ അറിയോ? ഇത് ചെറിയൊരു ബോട്ടിലാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബിൻ്റെ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു ബോട്ടിൽ, ഇതേ ഇത്രയും പോകുന്ന ഒരു ബോട്ടിൽ ഏകദേശം ഒരു 10 ഗ്രാമിൽ മുകളിൽ ഒരു 10-15 ഗ്രാമിൻ്റെ ഉള്ളിൽ വരുന്നൊരു മരുന്നാണ്. ഈ ഒരു മരുന്ന് എന്ന് പറയുന്നത് പല ഡോക്ടർമാരും മടക്കിയ കേസ് വരെ അടിപൊളിയായിട്ട് ഇന്നും എഴുന്നേറ്റ് നടക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ട ഒരു മരുന്നാണിത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു തൈലം, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. ഇതൊക്കെ ഏകദേശം ഒരു ഇൻഗ്രീഡിയൻ്റാണ് വരുന്നത്. ഇതൊരു ബാം ടൈപ്പാണ്. ഒരുപാട്, അഥവാ ഇതിന് മിറാക്കിൾ ക്രീം എന്നാണ് പേര് തന്നെ. ഓക്കെ, മിറാക്കിൾ എന്താണ്? ന്യൂട്രീഷൻ അല്ലേ? ന്യൂട്രീഷൻ ക്രീം, അഥവാ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു ക്രീമാണ്. ഇനി ഇതെന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ സാധനം എങ്ങനെയാണ് നിങ്ങളിലേക്ക് കിട്ടുക എന്നുള്ളതും പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇതിലൊരു ചെറിയൊരു ബിസിനസ് സാധ്യത കൂടെയുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ തുടർന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താ ഏതാ എന്നുള്ളതൊക്കെ നമുക്ക് ആളോട് തന്നെ ചോദിക്കാം. അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്താനം? കുറച്ച് ഒരു വർഷമായി തോന്നുന്നില്ലേ നമ്മൾ കണ്ടിട്ട്? ഒരു വർഷത്തിന് മേലായി. ഇപ്പൊ നമ്മൾ ഈ കാണിച്ച സംഭവം ഉണ്ടല്ലോ, അതെന്താണ് സാധനം? ഇതിപ്പോ കാണിച്ചത് ബാമ്. ഈ ബാമിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, ഇത് ഒരുപാട് രോഗത്തിന് വരുന്നതാണ്. എന്തിനൊക്കെയാണ് ഇത്? മെയിനായിട്ട് അൾസർ, പുണ്ണ്, വായിലുണ്ടാവുന്ന പുണ്ണിന് ലേശം നാവിലിട്ട് രാത്രി കിടക്കാൻ നേരത്ത് പുരട്ടാൻ പറ്റും. ചുറ്റിലൊക്കെ പുരട്ടാം. അകത്തുള്ള മുറികൾ കംപ്ലീറ്റ് ഉണങ്ങും. 4-5 ദിവസം കൊണ്ട് ഉണങ്ങും. പിന്നെ പാലുണ്ണി, അരിമ്പാറ, വളങ്കടി, കുയിനകത്തിന് ലേശം സ്പൂണിലാക്കി ചൂടാക്കിയിട്ട് അതിൽ ചൂടാറിയിട്ട് ചുറ്റിക്കുക. നഖത്തിന് പല്ലിനൊക്കെ പഞ്ഞിയിലാക്കി കടിച്ചു പിടിക്കുക. മൈഗ്രെയിൻ, തലവേദന, ബാലൻസ് തെറ്റിയ ആളുകൾക്ക് ചെവി മസാജ് ചെയ്താൽ ബാലൻസിന്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആവും. ഇതിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഒരാൾ വാങ്ങി, ഇത് കൊറിയർ അവൈലബിൾ ആണല്ലോ? കൊറിയർ പ്രൊഫഷണൽ കൊറിയർ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓഫീസിൽ പോയി വാങ്ങേണ്ടി വരും അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഇത് ഒരാൾക്ക് അയച്ചു കൊടുത്താൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഈ ആളുകള് യൂട്യൂബിന്റെ ഈ ഒരു ബോട്ടിലിന്റെ പുറത്ത് ഒരു യൂട്യൂബിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ സാധനം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അല്ലെ? QR കോഡ് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വീഡിയോ അവർക്ക് യൂട്യൂബിലുണ്ട്. അപ്പൊ നേരെ ഡയറക്റ്റ് ചാനലിലേക്ക് ചെല്ലും. നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം എങ്ങനെയുള്ളത് ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് കൊടുക്കാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബിസിനസ് സാധ്യത കൂടി. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഓൾ കേരള ലെവലിൽ മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആക്കണം. അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അത് ഓൾ കേരള ലെവലിൽ ചെയ്യാം. ഇതുപോലെ തന്നെ ഇതും അത് ചെയ്യാം. അതിന്റെ ലിക്വിഡാണ്, തലവേദനക്ക് പുരട്ടി കൊടുത്താൽ മതി. ഓക്കെ 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 ഓക്കെ. ഇതിന് തലവേദന എല്ലാ ഓൾ ഇൻ ഓൾ ആണ്. എല്ലാ ചെറുകിട സംഭവങ്ങൾക്കൊക്കെ തീപ്പൊള്ളലിന്റെ മുറിവിന് പറ്റും. അപ്പൊ ഏത് പടക്കം ചെന്ന മുറി പറ്റും. എല്ലാത്തിനും എല്ലാ സംഗതിക്കും പറ്റും. എത്ര പടക്കം ചെന്ന മുറി മാറ്റും? മുറിക്ക് പല രീതികളും. ഷുഗർ ഉള്ള മുറിവാണെങ്കിൽ ESR, ASO, CRP പോലത്തെ രക്തവാദം കൊണ്ടുള്ള മുറിവാണെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സകൾ ചെയ്യണം. ഓക്കെ, ഞാൻ വേറെ സംഭവം പറഞ്ഞു. ഡോക്ടർമാർ കൈവിട്ട കേസ് വരെ ഈ ഒരു സംഭവം തേച്ചിട്ട് മാറിയിട്ടുണ്ട്. അത് പുണ്ണ് കംപ്ലീറ്റ് മാറും. ആ ബാമ് പ്രധാനപ്പെട്ടായിട്ട് അകത്തുള്ള മുറിവാണല്ലോ. അകത്തുള്ള മുറിവ്, ഈ നടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഈ ജോയിന്റ് പെയിൻ ഉള്ള ആളുകൾ, അങ്ങനത്തെവർക്കൊക്കെ ഈ സാധനം തേച്ചിട്ട് ഇത് ഈ ബാമനെ തേച്ച് തൈലം തേച്ചിട്ട് ചൂട് പിടിക്കണം. ഈ ബാമും തൈലം ഒക്കെ ഇൻഗ്രീഡിയന്റ് ഒന്നും തന്നെയാണ്, പക്ഷെ അപ്ഗ്രേഡ് ഒരു വേർഷൻസ് ചെറിയ മാറ്റങ്ങൾ, കുറച്ച് മരുന്ന് കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഡോക്ടർമാർ കൈവിട്ട കേസ് വരെ നിങ്ങൾ ഏറ്റെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പുറത്തിരിക്കുന്ന ആള് 2 വർഷമായിട്ട് പുറത്ത് എന്തായാലും ഒരാൾ പുറത്തിരിക്കുന്നുണ്ട്, അനുഭവസ്ഥർ പുറത്തുണ്ട്. അവരുടെ എന്തായാലും ഒരു ക്ലിപ്പ് നമുക്ക് ഇതിലിടാം. അപ്പൊ ഇത് 2 കാര്യങ്ങളാണ്. ഏത് ചെറിയ സംഭവം നിങ്ങൾ പറഞ്ഞ ഈ ഒരു വളങ്കടി, പുണ്ണ്, അങ്ങനെ ഐറ്റംസ് വായിൽ ക്യാഷോട് കാര്യങ്ങൾക്ക് നടക്കാവർക്ക് ഇത് 120 രൂപ MRP ഉള്ളൂ. 13 ഗ്രാമിന്റെ 10 ഗ്രാം പറയാം. 13-14 ഗ്രാമൊക്കെ ഉണ്ടാവും. അളവിൽ എന്തായാലും കൂടുതലുണ്ട് അല്ലേ? അപ്പൊ അത്രയും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഇതിന്റെ മുമ്പ് നമ്മൾ അന്ന് ഇതിന് തൈലമാണ് വീട്ടിൽ, ആ തൈലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇത് മുറിയുമായി ബന്ധപ്പെട്ട് ഏത് മുറിക്കും, അഥവാ ഇത് ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ട് ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വന്നതും ആളുകൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചതുമാണ്. ഇപ്പോഴും ആ ഒരു വീഡിയോ കണ്ട് ആളുകൾ വരുന്നില്ലേ? കാരണം ആളുകൾക്ക് അത്രയും ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. ഷുഗറിന് പഥ്യത്തിൽ നിൽക്കണം. നിങ്ങൾ പറയും പോലെ പഥ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ നീരൊലിക്കണ മുറിവ് ഒന്നുകൂടി ഡേഞ്ചറാ. ESR, ASO, CRP രക്തവാദത്തിന്റെ മുറിവ്. അതാണ് മുറിക്കല്, കാല് മുറിക്കണ അവസ്ഥ. നീര് ഇങ്ങനെ വന്നുകൊടുക്കും. അത് നീര് ശരീരത്തിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേ നിൽക്കുകയാണ്. ആ പ്രൊഡക്ഷൻ യൂണിറ്റ് ഓഫ് ആക്കണം ആദ്യം. പിന്നെ അകത്തേക്ക് പൊടിയൊക്കെ കഴിക്കണം. അത് നിങ്ങൾ നിർത്തി കൊടുത്തിട്ടുണ്ട്. അത് നിർത്തിനോട് കൂടി മുറി തുടങ്ങുള്ളൂ. അത് കുറച്ച് ടൈം എടുക്കും. ഷുഗറിന്റെ മുറിവാണ് 25-30 ദിവസം കൊണ്ടാണെങ്കിൽ ESR കുറച്ച് കൂടുതൽ ദിവസം പിടിക്കും. അത് പറയാൻ പറ്റില്ല. അവരുടെ ശരീരത്തിന് നീര് പ്രൊഡക്ഷൻ ചെയ്യേണ്ട സമയത്തിനനുസരിച്ചാണ്.
ആ പഥ്യത്തിൽ നിൽക്കണവർക്ക് പുളി ഇങ്ങനത്തെ ചില ഭക്ഷണങ്ങൾ ഇപ്പൊ ഇനിയിപ്പോ ഈ ഒരു പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ ഈ പഥ്യങ്ങളില്ല അസുഖങ്ങൾ ഏതൊക്കെയാണ്? അത് രക്തവാദം, അതിന് പഥ്യമുണ്ട്. പഥ്യങ്ങൾ എന്തൊക്കെയാന്നുള്ള നിങ്ങൾ ആദ്യം നേരിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ ഓക്കെ, അതിന് മെനു ഇട്ട് കൊടുക്കും. മെനു ഇട്ട് കൊടുക്കും. പിന്നെ ഷുഗറിന് പഥ്യമുണ്ട്, നിർബന്ധമായിട്ട് പഥ്യം വേണം. എന്നാലും അവർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് നിർത്തണമെങ്കിൽ നിർത്താം. ഷുഗർ അതല്ല 20 വേറെ ഇംഗ്ലീഷ് മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഒരിക്കലും അത് നിർത്തണം എന്ന് പറയില്ല. അവർക്ക് ഷുഗർ 20 ദിവസം കൊണ്ട് നോർമലാവും, ശരീരത്തിൽ നോർമലാവും. അവർക്ക് തന്നെ മനസ്സിലാവും, ഒരു 10 ദിവസം കൊണ്ട് മനസ്സിലാവും. അത് നിങ്ങൾ മരുന്ന് കുടിക്കുന്നതിന് ശേഷം സ്ഥിരമായി മരുന്ന് കുടിക്കുന്ന ആളുകൾക്ക് ഇതിൽ കുറവ് വരും. കുറവ് ഷുഗർ നോർമലാവും. 20 ദിവസം കൊണ്ട് പരിപാടി നിർത്താൻ വേണമെങ്കിൽ അവർക്ക് ആണല്ലേ. മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് വേണമെങ്കിൽ നിർത്താം, ഇൻസുലിനൊക്കെ നിർത്താം. ക്രിയാറ്റൊക്കെ നോർമലുള്ള ആളുകൾക്കാണെങ്കിൽ. ഓക്കെ 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 ഓക്കെ. ഷുഗർ 20 ദിവസം കൊണ്ട് പരിപാടി നിർത്താം. എത്ര വർഷം ബാക്കിയുള്ള ഷുഗർ. ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോ ഒരുപാട് പേര് കണ്ടു, ഏകദേശം ഒരു 10-40 ലക്ഷം പേര് കണ്ട വീഡിയോ ആണത്. അതിന്റെ എന്തെങ്കിലും ഫീഡ്ബാക്ക് അത് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു. കുറെ ആളുകൾക്ക് സന്തോഷമായി. ഒരുപാട് ആളുകൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു വിശ്വസിക്കാൻ പറ്റുമോ, സജാദിനെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ പോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ധൈര്യ സമയത്തും പോയിക്കൊള്ളു. ഒരുപാട് ആളുകൾ മാറി എന്ന് പറഞ്ഞിട്ട് എന്നോട് മെസ്സേജ് വെച്ചു. 90% ഷുഗർ പിന്നെ ഗുളിക നിർത്തിയ ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്തു. ചില ആളുകൾക്ക് അതിന് പിന്നെ ഈ പറഞ്ഞ ലെവലില് എല്ലാവരും ഒരേമാതിരി അല്ലല്ലോ. 90% ഗുളിക നിർത്തിയ ആളുകളാണ്, ഇൻസുലിൻ ഗുളിക നിർത്തിയ ആളുകളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ എന്തായാലും താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യാം കേട്ടോ, കോൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് മുമ്പ് കോൾ വന്നിട്ട് ഇടങ്ങേറിയിരിക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളും എങ്ങനെ, ഇതേവിടെ ഒരു QR കോഡ് ഉണ്ട്, ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഇതും അഥവാ നിങ്ങൾക്ക് എന്താണോ ഈ മുറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവങ്ങൾക്കും പറ്റിയ പല വേർഷൻസ് ഉണ്ട്. ഇത് നമ്മൾ പോക്കറ്റ് നമുക്ക് പിന്നെ എന്താ പറയുക, തലവേദനക്ക് പറ്റിയ മൈഗ്രെയിൻ്റെ സംഭവങ്ങൾക്കൊക്കെ പറ്റിയ സംഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരുപാട് ആളുകൾ പറഞ്ഞത് നാട്ടുവൈദ്യനാണ്, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെയാണ്. അതിനെന്തെങ്കിലും നമുക്ക് പറയണ്ടോ? നാട്ടുവൈദ്യനാണ് വിശ്വസിക്കാൻ, ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. തദ്ദേശീയ പാരമ്പര്യ ചികിത്സ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വെറുതെ ഉടായിപ്പായിട്ട് ഇരിക്കുന്ന ആളല്ല. അപ്പൊ പല ആളുകൾക്കും പല വിചാരം ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഇത് ഇങ്ങോട്ട് നോക്കിട്ടോ, ഇവർക്ക് പാരമ്പര്യ ചികിത്സേന്റെ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതിൽ യാതൊരു പ്രശ്നങ്ങളില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു കമന്റ് വന്നിരുന്നു, ഈ പാരമ്പര്യവും അല്ലെങ്കിൽ നാട്ടുവൈദ്യൊക്കെ വിശ്വസിക്കാൻ പറ്റും. നാട്ടുവൈദ്യമാണ് ചെയ്യുന്നത്, നാടൻ ചികിത്സയാണ്, അതിലുള്ള കാര്യങ്ങളും ലൈസൻസ് എല്ലാം നമുക്കുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വീണ്ടും പറയുന്നു, അതേപോലെ തന്നെ ഈ ഒരു ബാം ഇത് ഓൾ കേരള ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ടേം ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാം. അപ്പോൾ എന്തായാലും താഴെ വീഡിയോൻ്റെ താഴെ നമ്പറുണ്ട്, കമൻറ്റ് ബോക്സിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, നമ്മുടെ പിന്നെ വൈദ്യുതി അടുത്ത് ചികിത്സയ്ക്ക് വന്നൊരു ചേച്ചി നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? പുഷ്പ. എവിടുന്ന് തന്നെ? കോഴിക്കോടോ? രാമനാട്ടുകാരനാണ്. എന്താണ് ചേച്ചിക്ക് എന്തായിരുന്നു സത്യത്തിൽ അസുഖം? എന്തായിരുന്നു അസുഖം? മെഡിക്കലിന് പിന്നെ ഇടുപ്പലിന് തേയ്മാനായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ നേരത്തെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? വണ്ടിയിലൊന്നും കയറാനോ ഇറങ്ങാനോ ഒന്നിനും പറ്റിയിരുന്നില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്രയായി? ഒരാഴ്ചയായിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ മാറ്റങ്ങളുണ്ടോ? ട്രീറ്റ്മെന്റ് അതെല്ലേ, ഇപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടി വെച്ച് നിൽക്കാറല്ലേ? അന്ന് തന്നെ കാല് രണ്ടും ടെമ്പറേനി, കാല് രണ്ട് ലൂസാക്കി. വന്ന ഫസ്റ്റ് വന്ന സമയത്ത് അങ്ങനെ തിരിഞ്ഞ് നടക്കാൻ പറ്റാതെ അവരെടുത്താണ്ട് വെച്ചിക്കാണ് ഇതായോട്ട്. രണ്ടാമത്തെ തവണ ഫസ്റ്റത്തെ വന്ന് 6 മണിക്കൂർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയി, മരുന്നേറ്റ് പോയി, ഒന്ന് പിന്നെ നീരും ഒന്ന് പോയപ്പോ ലൂസായ ആൾക്ക് രണ്ടാമത് വരികയാണ് ഇപ്പൊ. അപ്പൊ ഈ ഒരു ചികിത്സയിൽ ഇതുവരെ സന്തോഷമാണ് അല്ലേ? നടക്കാൻ കൊറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട നടത്തൊന്നും നടന്നിരുന്നില്ല? ഇപ്പൊ ഇവിടെ കൊറേ വേദനയൊക്കെ മാറിയിട്ടുണ്ട്. നല്ല പ്രയാസേനി. അത് തല എത്തുമ്പോൾ കാല് കെട്ടൂല, കാല് കെട്ടുമ്പോൾ തല കെട്ടൂല, അങ്ങനെ ഇങ്ങനെ കൈ കാലും ടെമ്പറായി കിടക്കലുണ്ട്, ലൂസാകാതെ. നമ്മൾ ഈ തൈലം തേച്ച് മസാജ് ചൂട് പിടിച്ചപ്പോ ലൂസായതാ. ഓക്കെ ഓക്കെ, ശരി.